മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ച് അല്പസമയത്തിനകം നിള ആരതി അവിടെ നടക്കും. തിരുനാവായിൽ നിന്ന് അരുൺ ആലത്തൂരുണ്ട്. അരുൺ, നമ്മൾ എന്നത്തെയും പോലെ നിള ആരതിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് എങ്ങനെയാണ് അവിടുത്തെ ഒരു അനുഭവം, കാഴ്ചകൾ? തീർച്ചയായിട്ടും ഇന്നും നിള ആരതിക്ക് വലിയ രീതിയിലുള്ള തിരക്കാണ്, ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, വലിയ ജനസാഗരം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അത്രയേറെ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്നൊക്കെ ഇന്ന് അതിരാവിലെ ഇവിടെ എത്തി സ്നാനം ചെയ്ത് പിന്നീട് ഉച്ചക്കൊക്കെ ഈ നിളാപരപ്പിൽ പൊരിവെയിലും അവഗണിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ജനങ്ങളെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എല്ലാവരും വലിയ ആവേശത്തോടു കൂടെ തന്നെ കാത്തിരിക്കുകയാണ് ഈ ഒരു നിളാ നദിക്കരിയിൽ ആരതി ചടങ്ങുകൾ കാണുന്നതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ആരതി ചടങ്ങുകൾ കാണുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കുംഭമേളയുടെ 12ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അഭൂതപൂർവമായ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ആരതി ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യം നദി പൂജയാണ്. ആ നദി പൂജയ്ക്ക് ശേഷം പിന്നീട് ആരതിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ തിരക്ക് നിയന്ത്രിക്കാൻ സംഘാടകർ വലിയ രീതിയിൽ പാടുപെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയേറെ ജനങ്ങൾ ഒഴുകിയെത്തുന്നു, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഈ നിളയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ആളുകൾ പുഴയിലിറങ്ങി നിൽക്കുന്നുണ്ട്. പുഴക്കരയിൽ മണലിന്റെ തിട്ടയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കുന്നതിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലവിൽ ഏതായാലും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ആദ്യം ഈ നിള ആരതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 10,000 അല്ലെങ്കിൽ ഒരു 20,000 ആളുകളൊക്കെ ആയിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ലക്ഷക്കണക്കിനായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ പരിപാടിയുടെ വലിയ വിജയം എന്ന് തന്നെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പലവിധ പ്രതിസന്ധികളെയും മറ്റുമൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നിരവധി പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C. കൃഷ്ണകുമാർ ചേരുന്നുണ്ട്. നിളാരതി എപ്പോൾ എത്തിയാണ്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ? വലിയ വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ്. കാരണം കുംഭമേളയെ കുറിച്ചിട്ട് കേൾക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ജീവിതത്തിൽ കുംഭമേള, അതും കേരളത്തിൽ കുംഭമേള കാണാനും ഈ ആരതിയിൽ ഗംഗാരതിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചോളം ഗംഗാരതിക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ആരതി കാണാനുള്ള ഒരു അവസരമാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവരെ സംബന്ധിച്ചോളം. ഒരുപാട് എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകളൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഭക്തലക്ഷങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇത്തരം ഹൈന്ദവ കാര്യങ്ങളെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. അവർക്കെല്ലാം ഒരു തിരിച്ചടിയാണിത്. കാരണം കേരളത്തിലെ ഹിന്ദു ജനത അവരുടെ ശക്തി കാണിക്കാൻ തയ്യാറായിരിക്കുകയാണ്. 10,000-ങ്ങളാണ് ഓരോ ദിവസം ഒഴുകി വരുന്നത്. ഇന്ന് പ്രവൃത്തി ദിവസം കൂടിയായിട്ടും 10,000-കണക്കിന് ആളുകളാണ് ആരതി കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് തന്നെയാണ്. ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. യുവമോർച്ച നേതാവായ ഗോകുൽ ഗോപിനാഥ് കൂടെ ഇവിടെയുണ്ട്. എങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് എപ്പോൾ എത്തിയാണ്? ഞാനിന്ന് രാവിലെ എത്തി. അപ്പോൾ ഇത്രയും വലിയൊരു മാമാങ്കം അല്ലെങ്കിൽ മഹാമേള, വലിയൊരു പൈതൃകത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, സാംസ്കാരികതയുടെ ഒക്കെ വലിയൊരു ഉത്സവം നടക്കുമ്പോൾ നമുക്കെങ്ങനെ തിരുവനന്തപുരത്തിരിക്കാൻ വേണ്ടി കഴിയും? നമ്മളിതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ ചരിത്രം, നമ്മുടെ പൈതൃകം നിളയായി ഒഴുകുകയാണ് ഇവിടെ ഈ മഹാമാഘമേളയിൽ. നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ പൈതൃകത്തെയൊക്കെ വേറൊരു പ്രവിശ്യയാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം ചില ശക്തികൾ നടത്തുന്നുണ്ട്. അതിനെല്ലാം ഉള്ളൊരു മറുപടിയാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ പേര് പോലെ സപ്തനദികളും ഒഴുകുന്ന ഒരു പൈതൃകത്തിന്റെയും സംസ്കൃതിയുടെയും മണ്ണാണ് കേരളമെന്നും ഭാരതത്തിന് എന്തെല്ലാം ചരിത്രമുണ്ടോ, എന്തെല്ലാം പൈതൃകമുണ്ടോ, എന്തെല്ലാം ആത്മീയ കരുത്തുണ്ടോ, അതിൻ്റെ എല്ലാം നാഡീബന്ധം, അതിൻ്റെ എല്ലാം പൊക്കിൾക്കൊടി ബന്ധം മലയാളത്തിനുമുണ്ട്. നമ്മുടെ മലയാളക്കരയുടെ നിളയുടെ തീരത്തുള്ള ഈ മലനാടിന്റെ എല്ലാ ചരിത്രത്തിനും അതേ പൊക്കിൾക്കൊടി ബന്ധമുണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ മഹാമാഘമേള. അതോടൊപ്പം ഒരു നാടിന്റെ പൈതൃകത്തെ പുതിയൊരു തലമുറയ്ക്ക്, ഞാനൊക്കെ പ്രദാനം ചെയ്യുന്ന തലമുറയ്ക്കും അടുത്ത് വരാനിരിക്കുന്ന ഒരുപാട് തലമുറകളുടെ മുമ്പിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിസ്മൃതിയിൽ പോയ നമ്മുടെ സാംസ്കാരികതയെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ
നാടിന്റെ പൈതൃകത്തെ നമ്മൾ വീണ്ടും ഈ നിള ആരതി പോലെ കത്തിജ്വലിക്കുന്ന തീനാളമായി വീണ്ടും ഒരു തലമുറയുടെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും വലിയ മുന്നേറ്റവും നമ്മുടെ സംസ്കാരത്തിനും ചരിത്രത്തിനും നമ്മുടെ ആത്മീയതയ്ക്കും നമ്മുടെ നാടിനും മലയാളത്തിനാകെ ഉണ്ടാകാൻ പോകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ നിളയുടെ ഭാരതപ്പുഴയുടെ തീരത്ത് ഈ മഹാമാഘമേള നടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ നദീ പൂജയിലേക്ക് കൂടെ കടക്കുകയാണ്. പണ്ഡിറ്റുകൾ എത്തി. ആ പണ്ഡിറ്റുകൾ ആദ്യം നദീപൂജയാണ് നടത്തുക. നദീപൂജയ്ക്ക് ശേഷം നമ്മൾ എല്ലാ ദിവസവും ജനം ടിവിയുടെ സ്ക്രീനിലൂടെ തത്സമയം കാണുന്നതാണ്. ആദ്യം നദീപൂജയ്ക്ക് ശേഷം പിന്നീട് ഈ ഒരു ആരതി ചടങ്ങുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ നദീപൂജ ആരംഭിക്കാൻ പോവുകയാണ്.